ഹേ ഗൈസ്, അങ്ങനെ അവസാനം ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം ഫിലിം കണ്ടത് ഇപ്പം ഇറങ്ങി വന്നതേ ഉള്ളൂ. ഒറ്റ വാക്ക് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസ് കോമഡി ഫിലിംസ് ലോജിക് ഒന്നും നോക്കാതെ കാണാൻ പറ്റുമോ ലൈക്ക് ഇഷ്ടമാണെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് വാച്ച്. എനിക്ക് ഈ വർഷം പീക്ക് എക്സ്പീരിയൻസ് നടന്നത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല, ഈ വർഷം ഞാൻ കണ്ടതിൽ ഏറ്റവും ഒരു പീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ആൻഡ് ഐ എം സോ ഹാപ്പി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ദ എൻ്റർടൈനർ ദിലീപ് വിച്ച് ഐ എം മിസ്സിങ് സിൻസ് ഇയേഴ്സ് ഈസ് ബാക്ക്. കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് പവി കെയർ ടേക്കർ പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി അതൊക്കെ എനിക്ക് പുള്ളിക്കാരന് കുറച്ചൊരു ക്ഷീണം പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. പക്ഷേ ഇതിൽ പഴയ ആ ഒരു ദിലീപേട്ടൻ്റെ ആ ഫോമിൽ കണ്ട് ഐ എം സോ ഹാപ്പി. പിന്നെ ഇൻ്റർവെൽ എന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് ഈ വർഷം എനിക്ക് മലയാളത്തിൽ നിന്ന് വലിയ ബെസ്റ്റ് ഇൻ്റർവെൽസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല വേറെ ഫിലിംസൊന്നും. പക്ഷേ ഈ പടത്തിൻ്റെ ഇൻ്റർവെൽ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ്റർവെൽ സെലിബ്രേഷനായിരുന്നു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒറ്റ വാക്ക് കേട്ട് പോകാനുള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മാസ് ഫിലിംസ് അങ്ങനെ കോമഡി ഫിലിംസിൻ്റെ ലോജിക്കൊന്നും നോക്കാതെ കാണുന്നവരാണെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് വാച്ച്. ഫോർ മീ ഇറ്റ് ഈസ് എ പീക്ക് ഫിലിം ഇൻ ദിസ് ഇയർ. ലൈക്ക് സെലിബ്രേഷൻ ലോജിക്കൊന്നും നോക്കാതെ അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയൊരു പടം. സോ പടത്തിൻ്റെ പോസിറ്റീവ്സിലേക്ക് വന്നാൽ ഒന്നാമത്തെ പോസിറ്റീവ് ദാറ്റ്സ് ദിലീപ്. കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ലൈക്ക് ഒരു എനർജറ്റിക് ക്യാരക്ടർ ഫ്രം ഹിം. കഴിഞ്ഞ കുറേ ഫിലിംസിൽ പുള്ളിക്കാരന് കുറച്ച് വയ്യാമ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഇതിൽ ഹി വാസ് സോ എനർജറ്റിക്. നമ്മൾ പണ്ടത്തെ ഒരു ദിലീപ് പരിപാടി കാണുന്ന തൊട്ടൊരു ഒരു മാസ് പരിപാടി കാണുന്ന തൊട്ടൊരു ഫീൽ. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ടു സീ ഇൻ ദാറ്റ് ഫോം. ആ ഫോമിൽ കുറേ നാൾ പുള്ളിക്കാരനെ മിസ് ചെയ്തു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ടു സീ ഇൻ ദാറ്റ് ഫോം. പിന്നെ സെക്കൻഡ് പോസിറ്റീവ് ലാലേട്ടൻ. ഞാൻ ലാലേട്ടൻ്റെ ഒരു വലിയ ഫാനാണ്. സോ ഈ ഡയറക്ടർ ധനഞ്ജയും ഒരു ലാലേട്ടൻ ഫാനാണെന്ന് തോന്നുന്നത്. കാരണം ഞാൻ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ടൈപ്പ് റോൾസാണ് പുള്ളിക്കാരനെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരൻ വരുന്ന സീൻ തൊട്ട് പോകുന്ന സീൻ വരെ മാസാണ്. പിന്നെ തേർഡ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് ടോപ്പ് നോച്ച്. ലൈക്ക് എല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. VFX ആണെങ്കിലും എല്ലാം അത്യാവശ്യം നൈസായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. VFX ചില സ്ഥലത്ത് കുറച്ച് പോലെ തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇറ്റ്സ് നൈസ്. ലൈക്ക് മോശം പറയാനില്ല, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ വരെ ഉള്ളൂ. പിന്നെ ഗോപി സുന്ദറിൻ്റെ BGM കുറച്ച് സമയം പുള്ളിക്കാരന് കിട്ടിയുള്ളതാണ് എൻ്റെ അറിവ്. ലൈക്ക് ഒരു കുറച്ച് ലാസ്റ്റ് മിനിറ്റിലാണ് ഷാൻ റഹ്മാനെ മാറ്റിയെന്നാണ് ഗോപി സുന്ദറിൻ്റെ BGMത്തിന് ഇന്നായെന്ന് തോന്നുന്നു. കുറഞ്ഞ സമയം കൊണ്ട് പുള്ളിക്കാരൻ തൂക്കി അടിച്ചിട്ടുണ്ട്. നെഗറ്റീവ്സായിട്ട് ഇതിന് അങ്ങനെ പറയാനായിട്ടില്ല. ഇതിനൊരു ടെംപ്ലേറ്റ് സ്റ്റോറി എന്നൊക്കെ പറയാം. പക്ഷേ ഇതിനത് മതി. നമുക്ക് എൻ്റർടൈൻ ചെയ്യാനും പിന്നെ ഇതിന് ലോജിക്കൊന്നും നോക്കുന്ന കൂട്ടുള്ള പടമല്ല. സോ നമുക്ക് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. സോ നമുക്കങ്ങനെ കഥയായിട്ടൊന്നും വേണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ പറയാൻ. നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ദിലീപിനെ ഇഷ്ടപ്പെടുന്നു അങ്ങനല്ല, നിങ്ങൾക്ക് മാസ് ഫിലിംസ് ഇഷ്ടമാണ്, തിയേറ്ററിൽ പോയി സെലിബ്രേറ്റ് ചെയ്യണം, കുറച്ച് ചിരിക്കണം, കുറച്ച് ആക്ഷനൊക്കെ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ആൻഡ് ദാറ്റ്സ് മൈ റിവ്യൂ. താങ്ക് യു.